ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സീസൺ തെറ്റി മാവ് പോക്കുന്നത് ഇതാദ്യമാട്ടോ. സെപ്റ്റംബർ മാസത്തിലൊക്കെ മാങ്ങ ഉണ്ടാവുമോ എന്നൊരു സംശയമായിരുന്നു എനിക്ക്. എന്തായാലും പൂത്തതല്ലേ, പപ്പായെ കൊണ്ട് ഒന്നും നോക്കിയില്ല, അതിങ്ങ് പൊട്ടിപ്പിച്ചു. ഇന്ന് നല്ല ഫ്രഷ് നങ്ക കിട്ടിയിട്ടുണ്ട്. അപ്പം നങ്കയും മാങ്ങയും കൂടി പീര പറ്റിച്ചേക്കാന്ന് കരുതി അങ്ങനെ നേരെ വിട്ടു അടുക്കളയിലേക്ക്. പൊട്ടിച്ച മാങ്ങ വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി ചെറിയ പീസായിട്ട് അരിഞ്ഞ് സൈഡിലോട്ട് മാറ്റി വെച്ചു. തൽക്കാലം അത് അവിടെ ഇരിക്കട്ടെ, അപ്പോഴത്തേക്കും ബാക്കി നോക്കാം. തേങ്ങ പൊട്ടിച്ച് തിരികെ മിക്സിയുടെ ജാറിലേക്ക് 2 പിടി തേങ്ങ ഇട്ടു. 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കൊച്ചുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ക്ലീൻ ചെയ്ത ചട്ടിയിലേക്ക് മുളകിട്ട് അരിഞ്ഞ മാങ്ങയും പിന്നീട് അരച്ച പീര ഇട്ട് കൊടുത്ത് അതിലേക്ക് ആവശ്യമായ വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഉപ്പും ഇട്ട് അതങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. വെള്ളം ആവശ്യാനുസരണം മാത്രം ചേർത്തേ കുഴച്ചെടുക്കാവുള്ളൂ. എല്ലാം മിക്സായി വരുമ്പോൾ വേണ്ടത്ര വെള്ളം മാത്രം. അങ്ങനെ നന്നായി മിക്സ് ചെയ്ത് കുഴച്ച് പാകത്തിന് വെള്ളമെല്ലാം ചേർത്ത് സെറ്റ് ചെയ്ത് വെക്കണം. ഇതുപോലെ അടുപ്പത്തോട്ട് വെച്ചതിന് ശേഷം ഫസ്റ്റ് സ്റ്റെപ്പ് ഇച്ചിരി നാടൻ വെളിച്ചെണ്ണ അതിൻ്റെ പുറത്തോട്ട് തൂവി കൊടുക്കണം. ശേഷം ചെയ്യേണ്ടത് ഈ എണ്ണ എല്ലായിടത്തും ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലൊരു പത വരുന്ന ഒരു രീതിയുണ്ട് തിളപ്പിച്ച്. അപ്പോഴത്തേക്കും ഈ മീനെല്ലാം ഇട്ട് കൊടുത്ത് മീൻ നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കണം. അടച്ചു വെക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു പോയതാട്ടോ. അങ്ങനെ നങ്ക മാങ്ങയിട്ട് പീര വറ്റിച്ചത് നല്ല അടിപൊളിയായിട്ട് സെറ്റായി. ഇനി ഇത് സെർവ് ചെയ്യാം, ആ പണിയും കൂടിയേ ഉള്ളൂ. അങ്ങനെ ഇന്നത്തെ ലഞ്ച് സൂപ്പറായി. അങ്ങനെ ഇനി കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.